ഹായ്, ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് വരുന്നതും സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. വാട്സപ്പ് ആഴ്ചയിൽ 2 അപ്ഡേറ്റ് എങ്കിലും ചുരുങ്ങിയത് വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിലെ പ്രധാനപ്പെട്ട മികച്ച 2 ഫീച്ചറാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മാത്രമല്ല, വാട്സപ്പിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് ടിപ്സ് കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടിപ്സുകളാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. നേരെ വീഡിയോയിലേക്ക് പോവാം. വാട്സപ്പിൽ വന്ന ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കേണ്ട ചാറ്റ് മെസ്സേജ് നമ്മൾ വോയിസ് മെസ്സേജൊക്കെ ആയിട്ട് നമ്മൾ അയക്കാറുണ്ട്. അതിന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ വോയിസ് മെസ്സേജ് അയക്കും. പക്ഷേ ഇനി നമുക്ക് വീഡിയോ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ സിമ്പിളായി മാറിയത് കാണാൻ സാധിക്കും. വീണ്ടും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഓഡിയോയുടേതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ വീഡിയോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫി വീഡിയോ ഇവിടെ റെഡിയാവും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സെൽഫി വീഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടൊക്കെ വിടാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് സെൽഫ് വീഡിയോകൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വോയിസ് മെസ്സേജിന് പകരമായിട്ടാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫീച്ചറാണ് ഇത്. ഇതുപോലെ ഒരു സെൽഫി വീഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടൊക്കെ വിടാനായിട്ട്. പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു വോയിസ് വീഡിയോ ആണിത്. അല്ലാതെ വേറെ സാധാ വീഡിയോ പോലെയുള്ള ഒരു സിമ്പിളും ഇല്ല. റൗണ്ട് സർക്കിളിലാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കാനും എല്ലാം സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇത്. രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു വാട്സപ്പിൽ HD ഫോട്ടോകളും വീഡിയോകളും അയക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിൽ വാട്സപ്പിൽ HD വീഡിയോകളും HD ഫോട്ടോകളും ഇപ്പം നമുക്ക് മറ്റുള്ളവർ അയക്കുന്ന പ്രധാനപ്പെട്ട ഫോട്ടോകൾ ആരുടെയെങ്കിലും ഫോട്ടോകൾ നമുക്ക് ഇതുപോലെ HDയിൽ അയക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റിസീവ് ആയി കഴിഞ്ഞാലും ആ ഒരു ഫോട്ടോയുടെ മുകളിൽ HD എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ HD ഫോട്ടോ, അതിപ്പോൾ HD ഫോട്ടോ അല്ല, HD ഫോട്ടോ ആണെങ്കിൽ ഇവിടെ HD എന്ന് കാണാൻ സാധിക്കും. നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തൊട്ട് മുകളിൽ വീഡിയോയുടെ തൊട്ട് മുകളിൽ ഇവിടെ HD എന്ന് കാണാൻ സാധിക്കും. ഈ HDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, HD ക്വാളിറ്റി എന്ന് 2 ഓപ്ഷൻ ഇവിടെ കാണാം. ഫോട്ടോയും ഇതുപോലെ തന്നെ HDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വിട്ട് കഴിഞ്ഞാൽ 630 KB ആണ് ഈ ഒരു വീഡിയോയുടെ സൈസ് വരുന്നത്. പക്ഷേ നമുക്ക് HDയിൽ 1.2 MB നമുക്ക് HD ക്ലാരിറ്റിയിൽ ആ ഒരു വീഡിയോ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ HD വീഡിയോ ആണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്. ഇത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ആ വീഡിയോയുടെ മുകളിൽ HD എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വാട്സപ്പിലൂടെ HD ഫോട്ടോകളും വീഡിയോകളും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. പക്ഷെ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ ഇമോജികൾ നമ്മൾ അയക്കും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലുള്ള ഇമേജുകൾ കിട്ടും. പക്ഷെ നമ്മൾ ഇതുപോലെ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സജഷൻ ഇവിടെ വരാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിൽ സ്റ്റിക്കറായി ഉപയോഗിക്കുന്ന ഇതുമായി സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ടച്ചിങ് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഇമോജുകളോ അല്ലെങ്കിൽ സ്റ്റിക്കറുകളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തൊട്ട് മുകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇത്. ഇതുപോലെ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സജഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നമുക്ക് ഇതുപോലെയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പലരും ശ്രദ്ധിക്കാതെ പോയൊരു ഫീച്ചറാണ്, പഴയൊരു ഫീച്ചറാണ്. നമ്മൾ വാട്സപ്പിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോകളൊക്കെ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഫോട്ടോക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ക്ലിയർ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ വാട്സപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്ററുകളുണ്ട്. ആ ഫിൽറ്ററുകൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഫിൽറ്ററുകൾ കാണാൻ സാധിക്കും. ഇത് പഴയൊരു ഫീച്ചറാണ്. പക്ഷേ ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉപയോഗിക്കാത്ത കൂട്ടുകാർക്കാണ് ഇത്. അപ്പോൾ ആ ഫോട്ടോ ഒന്നും കൂടി ബ്രൈറ്റ്നെസ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഫിൽറ്ററുകൾ നമുക്ക് തൊട്ട് താഴെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ ഫോട്ടോകൾ അതിമനോഹരമായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫീച്ചറുകളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിനെ കുറിച്ച് പറയാനുണ്ട്. വരും വീഡിയോകളിൽ അതൊക്കെ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.
വരും ദിവസങ്ങളിൽ ഞാൻ മികച്ച ഫീച്ചറുകൾ വാട്സപ്പിൽ വന്നത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഇതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ടെക്നോളജി വീഡിയോകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക.